പീപ്പിൾ ടി വി ഇൻവെസ്റ്റിഗേഷൻ. സംസ്ഥാനത്ത് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നതായി പീപ്പിൾ ടി വി വാർത്താ സംഘത്തിന്റെ കണ്ടെത്തൽ. 5 സ്റ്റാർ ബാർ ലൈസൻസിന്റെ മറവിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നത്. ബാറുകളുടെ നിയമലംഘനത്തിന്റെ തെളിവുകൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. സംസ്ഥാനത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ വാർത്താ സംഘം സത്യാവസ്ഥ തേടിയിറങ്ങിയത്. തിരുവനന്തപുരം കടനംകുളത്തുള്ള ലേക്ക് പാലസ് ഹോട്ടലിലെത്തിയ ഞങ്ങൾ ആദ്യം ബാറിന്റെ കാര്യം റിസപ്ഷനിൽ ചോദിച്ചു. അവിടെയുണ്ടായിരുന്ന ജീവനക്കാരൻ എക്സിക്യൂട്ടീവ് ബാറിലേക്കാണ് ഞങ്ങൾക്ക് വഴികാട്ടിയത്. എക്സിക്യൂട്ടീവ് ബാറിലെത്തിയപ്പോൾ അവിടെ യാതൊരു വിദേശ മദ്യവും എക്സിബിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സംശയം കൊണ്ട് ചോദിച്ച ഞങ്ങളോട് ലോക്കൽ ബാർ തൊട്ടടുത്ത റൂമിലുണ്ടെന്നും അവിടെ പോകുന്നതാണ് ഇവിടത്തേക്കാൾ സാമ്പത്തികമായി ലാഭമെന്നും ബാർ ജീവനക്കാരൻ പറഞ്ഞു. ലോക്കൽ ബാറിലെത്തിയ ഞങ്ങളെ ഞെട്ടിച്ചത് 5 സ്റ്റാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബാറിന്റെ പോലും നിലവാരമില്ലാത്ത കൗണ്ടറിൽ നിന്നുപോലും മദ്യപിക്കുന്നവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബാറിന്റെ കാഴ്ചയായിരുന്നു. ഇവിടെ മദ്യം വേണമെങ്കിൽ ആദ്യം കൗണ്ടറിൽ പോയി ആവശ്യമുള്ള മദ്യത്തിന്റെ പേര് പറഞ്ഞ് പണം നൽകി ബില്ലുമായി വരണം. അതിനുശേഷം ഈ ബില്ലുമായി മദ്യം വിളമ്പുന്ന കൗണ്ടറിലെത്തി മദ്യം വാങ്ങി അവിടെ നിന്ന് കഴിക്കുകയോ മുൻവശത്തിട്ടിരിക്കുന്ന കസേരകളിൽ ഇരുന്ന് കഴിക്കുകയോ ചെയ്ത് മടങ്ങണം. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദിവസവും ഈ സ്റ്റാർ ഹോട്ടലിന്റെ പുറത്തുള്ള ഊടുവഴിയിലൂടെ മദ്യപിക്കാനായി എത്തുന്നത്. മദ്യത്തിന്റെ ബില്ല് ചോദിച്ച ഞങ്ങൾക്ക് ഒരു തുണ്ട് കടലാസിൽ തുക രേഖപ്പെടുത്തി ജീവനക്കാരൻ നൽകുകയായിരുന്നു. കൂടുതൽ പേരും ഇവിടെ നിന്ന് മദ്യം പാഴ്സലായി വാങ്ങി മടങ്ങുന്നതും ഞങ്ങളുടെ ഒളി ക്യാമറയിൽ പതിഞ്ഞു. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിലും കടനംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ അകലെയുമാണ് ഈ നിയമലംഘനം നടക്കുന്നത് എന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ബാർ ഉടമകളുടെയും അവിശുദ്ധ ബന്ധമാണ് വെളിപ്പെടുത്തുന്നത്. ഒരു ലോക്കൽ ബാറിൻ്റെ സെറ്റപ്പിലുള്ള മദ്യ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഒട്ടേറെ ആളുകളാണ് ഇവിടെ ദിവസവും മദ്യപിച്ച് പോകുന്നത്. രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ബാറാണ് 5 സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട സർക്കാർ ലൈസൻസ് കൊടുത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. എക്സൈസ് അധികാരികളും അതുപോലെ മറ്റെല്ലാവരും കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇതിനുള്ളിൽ ഒന്നതും ശ്രദ്ധേയമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം. അതേസമയം 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത മദ്യവിതരണം കൗണ്ടറുകൾ പാടില്ലെന്നും ബാർ പ്രവേശിക്കുന്നതിന് മാത്രമായി പ്രത്യേക വഴി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സലിം കുമാറും വ്യക്തമാക്കും. സംസ്ഥാനത്തെ എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടെന്ന വാദമാണ് എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗവും അനധികൃത ബാറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുന്നോട്ട് വെച്ചത്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യവിതരണ കൗണ്ടർ സംവിധാനം പാടില്ലെന്നും ബാറിന്റെ പ്രവേശന കവാടമായി ഊടുവഴി പാടില്ലെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ പറയുന്നു. പ്രത്യേക വഴിയൊക്കെ അങ്ങനെ ചെയ്യാൻ പ്രൊവിഷൻ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അതായത് ഒരു ഒറ്റ ആ ഹോട്ടലിൽ ഒറ്റ ഇതായിരിക്കും, അതിനകത്ത് ഓരോ അവർ പൈസ അടച്ചിട്ട് ഓരോ സെക്ഷനിലും മദ്യം കൊടുക്കാന്നുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കൗണ്ടർ തുടങ്ങിയിട്ട് അവിടെ വേറൊരു എൻട്രി പാടില്ല. അതേസമയം അനധികൃത ബാറുകളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാർ പൂട്ടിക്കുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗം സലിം കുമാർ വ്യക്തമാക്കുന്നു. സാർ, അപ്പോൾ ഒരു സംശയം, നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലില്ലേ സാറേ, നമ്മൾ ഈ കൗണ്ടർ പാടുണ്ടോ? അങ്ങനെ അത് എന്റെ നിയമം അങ്ങനെ അല്ല, അതിൽ പെർമിറ്റിൽ പറയുന്നുണ്ട് കൗണ്ടർ. അതിൽ കൗണ്ടർ വരൂല്ല, പക്ഷെ വരാൻ സാധ്യതയില്ല. അതിൽ നമ്മൾ റൂളിൽ പെർമിറ്റ് കൊടുക്കുന്നതിൽ ഈ കൗണ്ടർ ബാറിൽ ഉണ്ടാവില്ല. കൗണ്ടർ 5 സ്റ്റാറിൽ വരില്ല. കാര്യം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ വരില്ല. കാര്യം അവിടെ വരുന്ന എല്ലാം ഒരു VIP ആൻഡ് VVIP മോഡലാണല്ലോ. അവരാരും ഈ കൗണ്ടറിൽ പോകാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ അറിവ്. അങ്ങനെ പരിശോധന നടത്തിയിട്ടുണ്ടോ സാർ? തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല നടക്കുന്നതായിട്ട് വല്ല അറിവിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നടത്തി എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഏതോ ഒരു 5 സ്റ്റാറിൽ ഒരു പ്രത്യേക കൗണ്ടർ തുടങ്ങി പോലീസ് അടച്ചല്ലോ, തൃശ്ശൂരാ. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഉണ്ടോ സാറ്? ഇല്ല. അതിനുശേഷം ഇതെല്ലാം പിന്നെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. കൗണ്ടർ ഓപ്പൺ ചെയ്യില്ല. കൗണ്ടർ ഓപ്പൺ ചെയ്ത് നമ്മൾ അറിഞ്ഞാൽ അപ്പോഴേ പൂട്ടിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ഹോട്ടൽ ലേക്ക് പാലസിലെ ഈ അനധികൃത ബാറിന് നേരെ കണ്ണടയ്ക്കുകയാണ്. ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുവെന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാദമാണ് ഈ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യദുരന്തം ഉണ്ടാകുമ്പോഴായിരിക്കും ഇത്തരം ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികളിലേക്ക് പോവുക. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം.
തിരുവനന്തപുരം കഠിനംകുളത്തുള്ള 5 സ്റ്റാർ ഹോട്ടലായ ലേക്ക് പാലസിൽ പ്രവർത്തിക്കുന്ന അനധികൃത ബാറിൽ ലക്ഷങ്ങളുടെ മദ്യവിൽപ്പനയാണ് ദിവസവും നടക്കുന്നത്. അതേസമയം വിലക്കുറവിൽ മദ്യം ലഭിക്കുന്നതിനാൽ തന്നെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ലേക്ക് പാലസിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് മദ്യപിക്കാനായി ദിവസവും എത്തുന്നത്. സംഭവം 5 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ ഇവിടെ ലഭിക്കുന്ന മദ്യമാകട്ടെ വില കുറഞ്ഞ മദ്യവും. അതുകൊണ്ട് തന്നെയാണ് തീരദേശത്ത് പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മദ്യപിക്കുന്നതിനായി ദിവസവും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. 5 സ്റ്റാർ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിൽ മദ്യത്തിന് വില വളരെ കുറവാണ്. ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ബാറിലേതിന്റെ പകുതിയിൽ താഴെയാണ് ലോക്കൽ ബാറിൽ മദ്യത്തിന്റെ വില. MH, സീസർ, MCB, JDF, ഹണിബി തുടങ്ങിയ ബ്രാൻഡി ഇനങ്ങൾക്ക് 150 രൂപ മുതൽ 220 രൂപ വരെയാണ് 600 ml വില. പക്ഷേ ഹോട്ടലിന്റെ ഊടുവഴിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ബാറിൽ വില വെറും 60 രൂപ മുതൽ 70 രൂപ വരെ മാത്രം. 365 രൂപ മുതൽ 450 രൂപ വരെ വിലയുള്ള കൂടിയ ബിയറുകൾ മാത്രമാണ് എക്സിക്യൂട്ടീവ് ബാറിൽ ലഭിക്കുക. എന്നാൽ ലോക്കൽ ബാറിൽ 120 രൂപ മുതൽ 190 രൂപ വരെയുള്ള ബിയറുകൾ മാത്രം യഥേഷ്ടം ലഭ്യമാകും. മെജോറിറ്റി ഉപഭോക്താക്കളായ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പ്രിയ ഇനമായ ജവാൻ റം ഇവിടെ സുലഭമാണ്. എല്ലാ ദിവസവും രാവിലെ 7:30-നും 8:30-നും പ്രവർത്തിച്ചു തുടങ്ങുന്ന ഈ ബാർ രാത്രി വളരെ വൈകിയാണ് അടയ്ക്കുന്നത്. നമ്മൾ സാധാരണ ഉഴപ്പിനകത്ത് വില ഉണ്ട്. ഒരു ഫുള്ളിന് ഒരു ലിറ്ററിന് 590 രൂപ. അതെ, ജവാൻ 500-ൻ്റെത് 310 രൂപ. 500-ൻ്റെത് 300. അപ്പുറത്ത് അകത്ത് കയറുകയാണെങ്കിൽ അകത്ത് തന്നെ അതല്ല, എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്തൊരു കക്ഷി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അകത്ത് വലിയ ബാറുണ്ട്, പിന്നെ പുറത്ത് നമുക്ക് ഇന്ന് അടിക്കാനുള്ള ഉണ്ടെന്ന് പറഞ്ഞു. അതായെന്ന് അറിയാമോ, റൂം എടുക്കുന്നവർക്ക് അത് റൂമിന് ഭയങ്കര ചാർജ്. എത്ര മണിക്ക് തുറക്കും എല്ലാ ദിവസവും? എല്ലാ ദിവസവും 8:30 തുറക്കും. രാവിലെ 8:30 തുറക്കും. എത്ര മണിക്ക്? 11 മണി വരെ ഉണ്ടാവും അല്ലേ? ആൾക്കാർക്ക് ഇരിക്കുന്ന പോലെയാണ്. ഗൗരവമായ നിയമലംഘനം നടന്നിട്ടും യാതൊരു നടപടിയും എടുക്കാതെ അധികാരികൾ മൗനം പാലിക്കുകയാണ്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനൂർ. സംസ്ഥാനത്ത് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നതായി പീപ്പിൾ വാർത്താ സംഘത്തിന് ബോധ്യമായ കാര്യം. 5 സ്റ്റാർ ബാർ ലൈസൻസിന്റെ മറവിൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നു എന്നത് തെളിവുകൾ സഹിതം പീപ്പിൾ TV പുറത്തുവിട്ടു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലേക്ക് പാലസ് 5 സ്റ്റാർ ഹോട്ടൽ ലേക്ക് പാലസിന്റെ ഫുഡ് ആൻഡ് ബിവറേജ് ഡയറക്ടർ മനോജ് കുമാർ KS വിശദീകരണവുമായി നമ്മോട് ഒപ്പം ചേരുകയാണ്. ശ്രീ മനോജ് കുമാർ KS, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് 5 സ്റ്റാർ ബാറുകളിലെ എക്സിക്യൂട്ടീവ് ബാർ അല്ലാതെ പുറത്ത് പ്രത്യേകം ലുങ്കി കൗണ്ടർ എന്ന ഓമന പേരിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും കയറി മദ്യപിക്കാവുന്ന തരത്തിൽ ലോക്കൽ ബാർ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം. ഇതൊരു കാസർഗോഡ് ഏരിയയാണ്, കടലിന്റെ ഏരിയയാണ്. ഇവിടുത്തെ ആൾക്കാരെ നമുക്ക് മുൻപിടിപ്പിക്കാൻ ഇവിടെ വരുന്ന ആൾക്കാരെന്ന് പറയുന്ന ഒരു സാധാരണക്കാരായ ആൾക്കാരാണ്. ഇവിടെ കാശുള്ളവരും സാധാരണക്കാരായ ആൾക്കാരും എല്ലാം ലുങ്കി കൊടുക്കുന്നവരാണ്. ഇവിടെ നമ്മൾ ലുങ്കി കൗണ്ടർ എന്നൊരു കൗണ്ടർ ഇല്ല. നമുക്കുള്ളത് എക്സിക്യൂട്ടീവ് ബാറും നമ്മുടെ ഉള്ളത് ഓഷ്യൻ ബാർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിക്കർ പെർമിറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറന്റ് ആണത്. അവിടെ ഡിസ്പ്ലേ ഒന്നുമില്ല, അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അവിടെ ഡിസ്പ്ലേ ഇല്ല, ഡിസ്പെൻസ് ബാറാണ്. അവിടെ നമുക്ക് ലിക്കർ ഫെയർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. മറ്റിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാറാണ്. അതായത് ശ്രീ മനോജ് കുമാർ, അതായത് 5 സ്റ്റാർ ബാറിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ബാർ ഉണ്ട്. അതെ. അവിടെ മദ്യങ്ങളെല്ലാം ഇമ്പോർട്ടഡ് മദ്യങ്ങൾ അടക്കമുണ്ടോ? ഇമ്പോർട്ടഡ് മദ്യങ്ങൾ അടക്കം അത്യാവശ്യത്തിനുള്ള, കാര്യം ഇവിടെ ഒരുപാട് നമുക്ക് പോകുന്നില്ല, അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ പോരാത്തതിന് പുറത്ത് ഒരു പ്രത്യേക ബാർ അല്ലേ? പ്രത്യേക ബാർ, അതാണ് യഥാർത്ഥ ബാർ ഞങ്ങളെ. അതാണ് യഥാർത്ഥ ബാർ. അതിന്റെ വാതിൽ എങ്ങനെയാണ്, എവിടെയാണ്? അതിന്റെ വാതിൽ നമ്മുടെ സാധാരണ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഹോട്ടലിന്റെ ബാക്ക് പിന്നെ സൈഡിൽ വഴിയുള്ള ഇതാണ്. അതായത് ശ്രീ മനോജ് കുമാർ KS, ഒരു 5 സ്റ്റാർ ബാറിൽ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റിസപ്ഷൻ വഴി അകത്തേക്ക് കടക്കുമ്പോഴുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, കിഡ്സ് കോർണർ ഉണ്ട്. അത്തരത്തിൽ ഒന്നാണ് ബാർ എന്ന സൗകര്യം. അത് ഹോട്ടലിനുള്ളിൽ ഹോട്ടലിന്റെ ഭാഗമായി പ്രൊവൈഡ് ചെയ്തതാണ്. അതാണ് 5 സ്റ്റാർ. ഇത് 5 സ്റ്റാറിന്റെ കോമ്പൗണ്ടിൽ പ്രത്യേകം പുറത്തുള്ള വാതിലോടുകൂടി ഒരു പ്രത്യേകം ബാർ. അതാണ് സംശയം, അതാണ് പ്രശ്നം. അത് നമ്മുടെ ലോണിലോട്ടുള്ള വഴിയാണത്. നമ്മുടെ ഹോട്ടലിന്റെ വഴിയാണ്, നമ്മുടെ ഓൺ വഴിയാണത്. അത് വേറെ റോഡ്, അത് ബാക്കിൽ കൂടെ ഉള്ള ഇതല്ല. നമ്മുടെ ഹോട്ടലിന്റെ നമ്മുടെ ലോണിലോട്ടുള്ള വഴിയാണ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി, അതായത് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാറിലും ഈ ബാറിലും മദ്യത്തിന് ഒരേ വിലയാണോ? നമുക്കത് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് അവിടെ കൊടുക്കുന്നത്. അതിന് നമുക്ക് എല്ലാ ഔട്ട്ലെറ്റിന് ഇപ്പൊ റൂം സർവീസിൽ കൊടുക്കുന്ന റേറ്റ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല.
റെസ്റ്റോറന്റ് കൊടുക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല നമുക്ക് ലോണിൽ കൊടുക്കുന്നത്. അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ശ്രീ മനോജ് കുമാർ, എന്റെ ചോദ്യം അതല്ല ശ്രീ മനോജ് കുമാർ, നിങ്ങൾക്ക് 5 സ്റ്റാർ ഫെസിലിറ്റിയുടെ ഭാഗമായി ലഭിച്ച ബാർ ലൈസൻസ് അല്ലേ ഉള്ളത്? 5 സ്റ്റാർ ഫെസിലിറ്റി ലഭിക്കുന്ന ഹോട്ടലിൽ ഇന്ന റേറ്റിൽ മദ്യം വിൽക്കണം ഏതെങ്കിലും റേറ്റ് ഉണ്ടോ? അതാണ് എന്റെ ഒരു ചോദ്യം. ശരി, റേറ്റ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേറ്റിൽ വിൽക്കാമെങ്കിൽ എങ്ങനെയാണ് അകത്ത് 150ഉം പുറത്ത് 70ഉം? അത് തന്നെ 2 ബാർ എന്നുള്ള തെളിവല്ലേ? എങ്ങനെ? അതായത് ശ്രീ മനോജ് കുമാർ, അല്ല, എന്റെ ചോദ്യം അതല്ല. നമ്മൾ വഴിതെറ്റരുത്, കൃത്യമായി പോവുക. പ്രേക്ഷകർക്ക് ഇത് പറക്കിയെടുക്കാനാകണം. അതായത് 5 സ്റ്റാർ ബാറിന്റെ ഭാഗമായിട്ടുള്ള ബാർ ലൈസൻസ് അല്ലേ നിങ്ങൾക്കുള്ളത്? അതെ, ആണ്. അവിടെ എങ്ങനെയാണ് 2 തരം കച്ചവടം? എക്സിക്യൂട്ടീവ് ബാറിൽ 180 രൂപ പെഗ്ഗിന്, 70 രൂപ ഈ ലോക്കൽ ബാറിൽ. അവിടെ തന്നെ 2 ബാർ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കില്ലേ? നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എക്സിക്യൂട്ടീവ് ബാറിലാണ് നമ്മളിവിടെ നിങ്ങൾ ഈ പറയുന്ന ലോക്കൽ ബാർ എന്നുള്ളത് നിങ്ങൾ ചിത്രീകരിക്കുന്നത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാറാണ്. അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഞങ്ങൾ അവിടെ കയറി ഞങ്ങളുടെ സർവീസ് ആണെങ്കിലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെല്ലാം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാറിന്റെ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ റേറ്റിനേക്കാളും തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഡിസ്പെൻസ് റെസ്റ്റോറന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ബാറിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസ്റ്റോറന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശ്രീ മനോജ് കുമാർ, ഇതൊക്കെ നേരിട്ട് വന്ന് കണ്ട ഞങ്ങളുടെ വാർത്താ സംഘത്തെ നയിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർ ഇവിടെ ഇരിപ്പുണ്ട്, സുനിൽ അരുമാനൂർ. അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കണം. ശ്രീ മനോജ് കുമാർ, ഇതിനകത്ത് നിങ്ങൾ പറയുന്ന കാര്യം ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനൊരു ക്ലാരിഫിക്കേഷൻ മാത്രം മതി. കാരണം ഇത് സാധാരണക്കാരുടെ ഇടയിലേക്ക് പോകുന്ന ഒരു വാർത്തയാണ്. അതായത് നിങ്ങൾ പറയുന്നത് 2 ബാർ അവിടെ ഉണ്ട്, എക്സിക്യൂട്ടീവ് ബാറാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ പെഗ്ഗിന് 60 ml മദ്യത്തിന് 70 രൂപ കൊടുക്കുന്നതാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ബാർ. ആണോ? അതാണ് എന്റെ ചോദ്യം. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ 70 രൂപ പെഗ് റേറ്റ് കൊടുക്കുന്നതാണോ എക്സിക്യൂട്ടീവ് ബാർ? ഞാനൊരു ചോദ്യം അങ്ങോട്ട് മിസ്റ്റർ അരുമാനൂരിനോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു. എന്തെങ്കിലും മാൻഡേറ്ററി ഇന്ന റേറ്റിൽ വേണം എന്നുണ്ടെങ്കിൽ ആ റേറ്റ് പറയൂ, ഞങ്ങൾ ആ റേറ്റിന് കൊടുക്കാൻ തയ്യാറാണ്. അല്ല, അത് അതല്ല സുഹൃത്തെ, ഞാനല്ല ഹോട്ടൽ നടത്തുന്നത്. ഒരു കാര്യം കൂടി, ഒരു ക്ലാരിഫിക്കേഷൻ. അതായത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കോമ്പൗണ്ടിലുള്ള വഴി തന്നെയാണ്. പക്ഷേ എന്തിനാണ് അവിടെ മതിൽ കെട്ടി അടച്ചിട്ട് ഇവിടെ മാത്രം ഒരു ചെറിയ വഴി, ആ മതിലും കൂടെ ചേർത്ത് കെട്ടി നിങ്ങൾക്ക് സൈഡിൽ കൂടെ ഒരു വഴി കൊടുത്തൂടെ? അത് ഞാൻ മാനേജ്മെന്റിനോട് സംസാരിക്കാം. അപ്പോൾ അതാണ് പറയുന്നത്. അത് എക്സൈസ് കമ്മീഷണർ മനോജ് കുമാർ, അതായത് എക്സൈസ് കമ്മീഷണർ തന്നെ പറയുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് 50,000 രൂപ കൊടുത്ത് എത്ര കൗണ്ടറിൽ വേണോ മദ്യം കൊടുക്കാം. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് എക്സൈസ് കമ്മീഷണർ, അത് റൂളാണ്, അതിനൊന്നും എതിർപ്പില്ല. പക്ഷേ നിങ്ങൾ കോമ്പൗണ്ട് വിട്ട് നിങ്ങളുടെ വസ്തുവിൽ തന്നെയാണ് മറ്റൊരു വഴി ബാറിലേക്കായി നൽകിയിരിക്കുന്നു. അവിടെ ഉള്ളവർ സാധാരണക്കാർ, അവരെ നിങ്ങൾ പാൻസും സൂട്ടും ഇടണമെന്ന് ആരും പറയുന്നില്ല. താങ്കളടക്കം പല എക്സിക്യൂട്ടീവ് ബാറുകളിലും അല്ലെങ്കിൽ മദ്യപിക്കാനല്ല, അല്ലെങ്കിൽ പല ഹോട്ടലുകളിലും താങ്കൾ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ ഉള്ള ഒരു നിലവാരം എങ്ങനെയാണെന്ന് ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇത് ഇല്ലാത്ത കാര്യങ്ങളല്ല നമ്മൾ ചിത്രീകരിച്ച് കാണിക്കുന്നത്. ശ്രീ മനോജ് കെ എസ്, ഫുഡ് ആൻഡ് ബിവറേജ് ഡയറക്ടറാണ് താങ്കൾ. ശ്രീ മനോജ് കെ എസ്, ഈ ഹോട്ടലിന്റെ ഫുഡ് ആൻഡ് ബിവറേജ് ഡയറക്ടർ അല്ലേ താങ്കൾ? അതെ. അതായത് ഒരു ബാർ 180 രൂപയ്ക്ക് ഒരു പെഗ് നൽകുന്നു. 60 മില്ലി മദ്യം 150 രൂപയ്ക്ക് നൽകുന്നിടത്ത് 70 രൂപയ്ക്ക് എങ്ങനെ നൽകാനാകുന്നു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഡിസ്കൗണ്ട് വിൽപ്പന എന്നാണ്. അങ്ങനെ 2 തരം വിൽപ്പന നിങ്ങൾക്ക് നൽകിയ ബാർ ലൈസൻസിൽ അനുവദിക്കുന്നുണ്ടോ? ശ്രീ മനോജ് കേസ്. ശ്രീ മനോജ് കേസ്, ശ്രീ മനോജ് കേസ്, ശ്രീ മനോജ് കേസ് ഇല്ല, ലൈനിലില്ല. മനോജ് ഉണ്ടോ ലൈനിൽ? മനോജ് കുമാർ കെ എസ്, താങ്കൾ ലൈനിലുണ്ടോ? റേഞ്ച് പ്രശ്നമുണ്ട്, താങ്കൾ സഹകരിക്കൂ. അതായത് 180 രൂപ 60 മില്ലിക്ക് നൽകുന്ന മദ്യം 70 രൂപയ്ക്ക് നിങ്ങളുടെ തന്നെ അതേ കോമ്പൗണ്ടിലുള്ള മറ്റൊരു ബാറിൽ നൽകുന്നു. അതിന് താങ്കൾ പറഞ്ഞ കാരണം അത് ഡിസ്കൗണ്ട് വിൽപ്പന എന്നാണ്. അങ്ങനെ 2 തരം വിൽപ്പന നടത്താൻ നിങ്ങളുടെ മദ്യ ലൈസൻസിന് അനുവാദമുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ബാറിലെ റേറ്റിനേക്കാളും അല്പം കൂടുതലായിട്ടാണ് ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ കൊടുക്കുന്നത്. റെസ്റ്റോറന്റ് മീൻസ് നിങ്ങൾ ഈ പറയുന്ന ബാർ, എക്സിക്യൂട്ടീവ് ബാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിസ്പെൻസ് ബാറാണ്.
അവിടെ റെസ്റ്റോറന്റ് കം ബാറാണ്. അവിടെ ഞങ്ങളുടെ ബാറിൽ കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കൂടുതലായിട്ടാണ് കൊടുക്കുന്നത്, അല്ല കുറച്ച് മറ്റേടത്തല്ല കൊടുക്കുന്നത്. അതായത് ഈ 70 അതായത് മനോജ് കുമാർ, നിങ്ങൾ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ബാർ ആണെങ്കിൽ എക്സിക്യൂട്ടീവ് ബാറിൽ മദ്യം കൊടുക്കുമ്പോൾ അവിടെ കോംപ്ലിമെന്ററി ഡിഷ് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഈ എക്സിക്യൂട്ടീവ് ബാറിൽ കോംപ്ലിമെന്ററി ഡിഷ് ഉണ്ടോ? താങ്കൾ ഫുഡിന്റെ കൂടെ ചാർജ് ആണ്. ഹലോ ചോദ്യം കേട്ടായിരുന്നോ? അതായത് എക്സിക്യൂട്ടീവ് ബാർ 5 സ്റ്റാർ ഹോട്ടലിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ബാർ ആണെങ്കിൽ അവിടെ മദ്യം വിളമ്പുമ്പോൾ അതിനോടൊപ്പം നിങ്ങളുടെ കോംപ്ലിമെന്ററി ഡിഷസ് കൊടുക്കാറുണ്ട്. ഈ എക്സിക്യൂട്ടീവ് ബാറിൽ നിങ്ങൾ കോംപ്ലിമെന്ററി ഡിഷായിട്ട് കൊടുക്കുന്നത് അച്ചാറാണോ? അച്ചാർ മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് അവിടെ കോംപ്ലിമെന്ററി ഡിഷ് കപ്പ കൊടുക്കുന്നുണ്ട്, ഫിഷ് കറി കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേക തുക ഈടാക്കിയിട്ടല്ലേ? അല്ല, അത് തുക ഈടാക്കാതെ നമ്മൾ കോംപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധി കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് റൂമിലല്ല. എന്റെ ചോദ്യം ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. താങ്കൾ പറയുന്ന എക്സിക്യൂട്ടീവ് ബാറിനകത്ത് മദ്യം കൊടുക്കുമ്പോൾ അതിനകത്ത് കോംപ്ലിമെന്ററി ഡിഷായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, അതോ അച്ചാർ? നിയമപരമായ രീതിയിൽ എങ്ങും പറഞ്ഞിട്ടില്ല. സുഹൃത്തെ, നിയമം പറയുന്നല്ലോ. കാരണം ഒരു എക്സിക്യൂട്ടീവ് നിലവാരമുള്ള ഫുഡ്, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മദ്യം വിളമ്പരുത്, ഇതൊക്കെ നിയമത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇവിടുത്തെ നിലവാരമില്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടണമെന്ന വാദഗതിയിലേക്ക് വന്നത്. നിങ്ങൾ ആ ബാർ കണ്ടിട്ട് നിലവാരമില്ലാത്ത ബാറായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ നിലവാരം ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാരണവശാലും അത് നിലവാരമില്ലാത്ത ബാറല്ല, വളരെ നിലവാരമുള്ള ബാർ തന്നെയാണ്. ശ്രീ മനോജ് കുമാർ, താങ്കളുടെ ബാറിന്റെ നിലവാരമോ നിലവാരക്കേടോ അല്ല വിഷയം. അതായത് ഇവിടെ ഒരു മദ്യനയം പുറത്തേക്ക് സർക്കാർ വെക്കുന്നു. അതിന്റെ ഭാഗമായി 518+320 ബാറുകൾ ഈ നാട്ടിൽ പൂട്ടി. അതിന്റെ ഭാഗമായി 5 സ്റ്റാർ ബാറുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് ഉള്ളൂ. അതിന് നൽകിയിരുന്ന ഫെസിലിറ്റി 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ബാറുകൾക്കാണ്. ആ ലൈസൻസിന്റെ പേരിൽ നിങ്ങൾ നടത്തി നിയമവിരുദ്ധമായി മറ്റു ബാറുകൾ നടത്തുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നം. അതാണ് ഇവിടുത്തെ നിയമപ്രശ്നം. നിങ്ങളുടെ ബാറിന്റെ നിലവാരമല്ല നിയമപ്രശ്നം എന്നത്. തന്നെയാണ് ഞങ്ങൾ ബാർ നടത്തുന്നത്. ഈ 2 തരം ബാറുകൾ നടത്താൻ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? പ്രത്യേക വാതിലിലൂടെ നിങ്ങൾക്ക് ലോക്കൽ ബാർ നടത്താനാവില്ല. എക്സൈസ് കമ്മീഷണറുടെ വാക്കുകൾ കേൾക്കണോ? താങ്കൾക്ക് എക്സൈസ് കമ്മീഷണറുടെ വാക്കുകൾ കേൾക്കണമോ? തീർച്ചയായും ഇതിന് അധികാരപ്പെട്ടവരാണല്ലോ. ആ വാർത്ത കൂടി കേൾക്കാം. ശ്രീ മനോജ് കേസ്, ദയവായി നോക്കൂ. 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത മദ്യവിതരണം കൗണ്ടറുകളിൽ പാടില്ലെന്ന് ബാറിൽ പ്രവേശിക്കുന്നതിന് മാത്രമായി പ്രത്യേക വഴി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അത് കേൾക്കാം. ശ്രീ മനോജ്, താങ്കൾ കേൾക്കൂ. സംസ്ഥാനത്തെ എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടെന്ന വാദമാണ് എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗവും അനധികൃത ബാറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുന്നോട്ട് വെച്ചത്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യവിതരണ കൗണ്ടർ സംവിധാനം പാടില്ലെന്നും ബാറിന്റെ പ്രവേശന കവാടമായി ഊടുവഴി പാടില്ലെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ പറയുന്നു. പ്രത്യേക വഴിയൊക്കെ അങ്ങനെ ചെയ്യാൻ പ്രൊവിഷൻ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല. അതായത് ഒരു ഒറ്റ ആ ഹോട്ടലിൽ ഒറ്റ ഇതായിരിക്കും, അതിനകത്ത് ഓരോ അവർ പൈസ അടച്ചിട്ട് ഓരോ സെക്ഷനിലും മദ്യം കൊടുക്കാന്നുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കൗണ്ടർ തുടങ്ങിയിട്ട് അവിടെ വേറൊരു എൻട്രി പാടില്ല. അതേസമയം അനധികൃത ബാറുകളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാർ പൂട്ടിക്കുമെന്നും തീർച്ചയായും ശ്രീ മനോജ് കേസ്, താങ്കൾ കേട്ടല്ലോ. പ്രത്യേക കൗണ്ടർ അത് പാടില്ല. 50,000 രൂപ അടച്ച് ഏതെങ്കിലും ഈവന്റിന് പ്രത്യേകമായി നൽകും. പക്ഷെ അത് സ്ഥിരമായിട്ടല്ല. നിങ്ങൾ സ്ഥിരമായി പ്രത്യേക വാതിലിട്ട് അതിന്റെ കോമ്പൗണ്ടിൽ പ്രത്യേക ബാർ നടത്തുന്നു. പേര് എക്സിക്യൂട്ടീവ് ബാർ എന്ന്. എക്സിക്യൂട്ടീവ് ബാറിൽ തുണ്ട് പേപ്പറിലാണോ ശ്രീ മനോജ് കുമാർ ഈ തുണ്ട് പേപ്പറിലാണോ എക്സിക്യൂട്ടീവ് ബാറിൽ ബില്ല് നൽകുന്നത്? തുണ്ട് പേപ്പറിലാണോ ബില്ല് നൽകുന്നത്? അല്ല, ഞങ്ങളുടെ വാർത്താ സംഘത്തിന് എഴുതി കൊടുത്തത് തുണ്ട് പേപ്പറിലാണ്. സലാഡ് 40 രൂപ അടക്കമുണ്ട്. ശ്രീ മനോജ് കുമാർ കേസ്, അതെന്തായാലും പിന്നെ എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നതുകൊണ്ട് ചിലപ്പോൾ കൊടുത്തായിരിക്കാം. അതിനകത്ത് ഒപ്പും സീലുമില്ല. ആ തുണ്ട് പേപ്പറിൽ ഒപ്പും സീലുമില്ല. ടെക്നിക്കൽ എറർ ആണെങ്കിൽ ഒപ്പും സീലും വേണം. അതില്ല. മറുപടി ഉണ്ടോ മനോജ് കേസ്? ഉണ്ടോ? അവര് വെയിറ്റ് ചെയ്തിരുന്നു, ഓപ്പൺ സീലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നോ? തിരക്കിനിടയ്ക്ക് അവര് ഓപ്പൺ സീലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഞങ്ങൾ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അത് സീൽ ചെയ്ത് കൊടുക്കാറുണ്ട്.
ഇപ്പോൾ ഞങ്ങളുടെ ദൃശ്യത്തിൽ കാണാം. ശ്രീ മനോജ് കുമാർ കേസ്, താങ്കൾ വ്യക്തമായ മറുപടി പറയാത്തത് പോയിന്റ് എണ്ണി ഞാൻ പറയാം. ഒന്ന്, പ്രത്യേക വാതിലോടുകൂടി ലോക്കൽ കൗണ്ടർ നടത്താൻ നിങ്ങൾക്ക് അനുമതി ഉണ്ടോ എന്ന ചോദ്യത്തിന് താങ്കൾ പറഞ്ഞത് അത് എക്സിക്യൂട്ടീവ് ബാർ ആണെന്നാണ്. എക്സിക്യൂട്ടീവ് ബാറിന് എങ്ങനെയാണ് ഹോട്ടലിന്റെ മെയിൻ വാതിലല്ലാതെ പ്രത്യേക വാതിൽ വരിക? അതിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഒന്ന്. രണ്ട്, വില കുറവുമായി ബന്ധപ്പെട്ട് 2 തരം കച്ചവടം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി താങ്കൾ നൽകിയില്ല. 3, ഇപ്പോൾ തുണ്ട് പേപ്പറിൽ ബില്ല് നൽകിയ സംവിധാനം ഇത് ടാക്സ് വെട്ടിക്കുന്നത് അടക്കമുള്ളതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാനാകുന്നതെന്ന ആരോപണമുണ്ട്. അതിനുള്ള മറുപടി താങ്കൾ നൽകിയില്ല. ഈ 3 ചോദ്യം അവശേഷിക്കുന്നു. ശ്രീ മനോജ് കുമാർ കേസ്. ലൈനില്ല. മനോജ് കുമാർ കേസ്, തീർച്ചയായും ടെലിഫോൺ ലൈനിൽ അദ്ദേഹം ഇല്ല എന്ന് തോന്നുന്നു. സുനിൽ, അവസാനമായി, അതായത് ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം. തീർച്ചയായും സമയപരിമിതി കൊണ്ട് വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രത്യേക വഴിയിലൂടെ ബാർ നൽകുന്ന 5 സ്റ്റാർ ബാറുകളുടെ അനധികൃത പ്രവർത്തനത്തിൽ വ്യാപകമായ ആക്ഷേപം. ഇതിന് വിശദീകരണവുമായാണ് മനോജ് കേസ് എത്തിയത്. എന്നാൽ തൃപ്തികരമായി പീപ്പിൾ വാർത്താ സംഘത്തിന് ബോധ്യമായ കാര്യങ്ങൾ ചോദ്യങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ആയതുമില്ല. തിരുവനന്തപുരം കഠിനംകുളത്തുള്ള 5 സ്റ്റാർ ഹോട്ടലായ ലേക്ക് പാലസിൽ പ്രവർത്തിക്കുന്ന അനധികൃത ബാറിൽ ലക്ഷങ്ങളുടെ മദ്യവിൽപ്പനയാണ് ദിവസവും നടക്കുന്നത്. അതേസമയം വിലക്കുറവിൽ മദ്യം ലഭിക്കുന്നതിനാൽ തന്നെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ലേക്ക് പാലസിൽ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് മദ്യപിക്കുന്നതിനായി ദിവസവും ബാറിലേക്ക് എത്തുന്നത്. സംഭവം 5 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ ഇവിടെ ലഭിക്കുന്ന മദ്യമാകട്ടെ വില കുറഞ്ഞ മദ്യവും. അതുകൊണ്ട് തന്നെയാണ് തീരദേശത്ത് പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മദ്യപിക്കുന്നതിനായി ദിവസവും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. 5 സ്റ്റാർ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിൽ മദ്യത്തിന് വില വളരെ കുറവാണ്. ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ബാറിലേതിൻ്റെ പകുതിയിൽ താഴെയാണ് ലോക്കൽ ബാറിൽ മദ്യത്തിൻ്റെ വില. MH, സീസർ, MCB, JDF, ഹണിബി തുടങ്ങിയ ബ്രാൻഡി ഇനങ്ങൾക്ക് 150 രൂപ മുതൽ 220 രൂപ വരെയാണ് 600 ml വില. പക്ഷേ ഹോട്ടലിൻ്റെ ഊടുവഴിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ബാറിൽ വില വെറും 60 രൂപ മുതൽ 70 രൂപ വരെ മാത്രം. 365 രൂപ മുതൽ 450 രൂപ വരെ വിലയുള്ള കൂടിയ ബിയറുകൾ മാത്രമാണ് എക്സിക്യൂട്ടീവ് ബാറിൽ ലഭിക്കുക. എന്നാൽ ലോക്കൽ ബാറിൽ 120 രൂപ മുതൽ 190 രൂപ വരെയുള്ള ബിയറുകൾ മാത്രം യഥേഷ്ടം ലഭ്യമാകും. മെജോറിറ്റി ഉപഭോക്താക്കളായ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പ്രിയ ഇനമായ ജവാൻ റം ഇവിടെ സുലഭമാണ്. എല്ലാ ദിവസവും രാവിലെ 7:30-നും 8:30-നും പ്രവർത്തിച്ചു തുടങ്ങുന്ന ഈ ബാർ രാത്രി വളരെ വൈകിയാണ് അടയ്ക്കുന്നത്. നമ്മൾ സാധാരണ ഉഴപ്പനാത്ത വില ഉണ്ട്. ഒരു ഉള്ളിന് ഒരു ലിറ്ററിന് 590 രൂപ. അതെ, ജവാൻ 500-ൻ്റെ അത് 310. 500-ൻ്റെ 310. അപ്പുറത്ത് അകത്ത് കയറുകയാണെങ്കിൽ അകത്ത് തന്നെ. അതല്ല, എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്തൊരു കക്ഷി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അകത്ത് വലിയ ബാറുണ്ട്, പിന്നെ പുറത്ത് നമുക്ക് ഇന്ന് അടിക്കാനുള്ളതുണ്ടെന്ന് പറഞ്ഞു. അതായെന്ന് അറിയാമോ, റൂം എടുക്കുന്നവർക്ക് അത് റൂമിന് ഭയങ്കര ചാർജ്. എത്ര മണിക്ക് തുറക്കും എല്ലാ ദിവസവും? എല്ലാ ദിവസവും 8:30 തുറക്കും. രാവിലെ 8:30 തുറക്കും. എത്ര മണിക്ക്? 11 മണി വരെ ഉണ്ടാവും അല്ലേ? ആൾക്കാർക്ക് ഇരിക്കുന്ന പോലെയാണ്. ഗൗരവമായ നിയമലംഘനം നടന്നിട്ടും യാതൊരു നടപടിയും എടുക്കാതെ അധികാരികൾ മൗനം പാലിക്കുകയാണ്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനൂർ.